എന്തുകൊണ്ട് ഈ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് നേരത്തെ ആരും പറഞ്ഞു കൊടുത്തില്ല? അങ്ങനെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കുമോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ? നോ യുവർ ബ്ലാസ്റ്റേഴ്സ് എന്ന ഒറ്റൊരു ഇൻ്റർവ്യൂയിലൂടെ തന്നെ തൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് നോവാ സദു. എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുത്തു? ഈ ഒരു ചോദ്യം പലരോടും ചോദിക്കുമ്പോൾ ആദ്യത്തെ അവരുടെ മറുപടി എന്ന് പറയുന്നത് ഫാൻസ് എന്നായിരിക്കും. പക്ഷേ നോവാ സദുവിൻ്റെ മറുപടി അങ്ങനെയല്ലായിരുന്നു. ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് തന്നോട് ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് താൻ മെയിനായിട്ടുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കാൻ. പിന്നെ ഫാൻസും ഒരു വലിയ കാരണമാണെന്ന് അദ്ദേഹം അത് കഴിഞ്ഞാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഒരു കപ്പും ലൈറ്റർ അല്ല, എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് വന്ന് തന്നെ കിരീടങ്ങൾ സ്വന്തമാക്കാനാണെന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 2-3 സീസണായിട്ട് നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഡ്യൂറൻ കപ്പ്, സൂപ്പർ കപ്പിനോടൊക്കെ എന്തോ ഒരു എന്താ പറയുക ലൈറ്റർ ടൂർണമെൻ്റ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ISL ആണ് ഏറ്റവും വലിയ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപ്രോച്ച് ചെയ്യും. മെയിനായിട്ട് ഇതിനെയൊക്കെ ലൈറ്റായിട്ട് എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇഞ്ചുറി വരാതിരിക്കുകയാണ് പ്ലേയേഴ്സിന്. പക്ഷേ എന്താണ് സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി നമുക്കുണ്ടായത്. സോ നോവാ സദുയുടെ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.